അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള സഹോദരന്മാരെ, മുകളിൽ ഞാൻ അയച്ച മെസ്സേജ് നിങ്ങളൊക്കെ ഒരുപക്ഷെ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ടാകും. കാരണം 2 ദിവസങ്ങളായി മിക്ക ഗ്രൂപ്പുകളിലും ഈ ഒരു മെസ്സേജ് വല്ലാതെ പ്രചരിക്കുന്നുണ്ട്. ഞാനും 2 ദിവസം മുമ്പ് തന്നെ കണ്ടതാണ്. പക്ഷെ സത്യാവസ്ഥ ബോധ്യപ്പെടാതെ മറ്റാർക്കും അയച്ചു കൊടുക്കരുത് എന്നുള്ള നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ട് അതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇന്നലെ ഈ ഇരിങ്ങാവൂർ മഹലിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു സുഹൃത്തിനെ കണ്ടുമുട്ടി. അദ്ദേഹത്തിൽ നിന്ന് കാര്യങ്ങൾ നേരിട്ടറിഞ്ഞു. അപ്പൊ അദ്ദേഹം തന്നെ ഈ വിഷയം ഒരു നാട്ടിലെ സുഹൃത്തുമായി ബന്ധപ്പെടുകയും ആ സുഹൃത്ത് ഈ ഒരു മെസ്സേജിൽ പറഞ്ഞ മുഹമ്മദ് ബാക്കോയി കുളങ്ങര എന്ന് പറയുന്ന അവിടെ വർഷങ്ങളായി അവിടെ ദർസ് നടത്തുന്ന വലിയ പണ്ഡിതനാണ്, അദ്ദേഹവുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം പറഞ്ഞ സംഗതി വാസ്തവം തന്നെയാണ് എന്ന് പറഞ്ഞു ബോധ്യപ്പെട്ടതായി എന്റെ സുഹൃത്ത് പറഞ്ഞപ്പോഴാണ്. എന്ന് മാത്രമല്ല, ബാക്കവി ഉസ്താദിന്റെ ഒരു ശിഷ്യൻ മുജീബ് അഹ്സനി, അദ്ദേഹവുമായി ബന്ധപ്പെട്ടു. അദ്ദേഹം ഇവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാണ്. അങ്ങനെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് ശരി തന്നെയാണ് എന്ന് അദ്ദേഹവും സാക്ഷ്യപ്പെടുത്തി. ആ ഒരു സത്യാവസ്ഥ ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുന്നത്. ആ സ്ത്രീയുടെ മകന്റെ പേര് ഷാജി എന്നാണ്. അമ്മയ്ക്ക് സുഖമില്ലാതെയായി അസുഖം മൂർച്ഛിച്ച് ഇങ്ങനെ ആശുപത്രി കിടക്കുമ്പോ അവരിങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നിങ്ങനെ ഉറക്കെ ചെല്ലാൻ തുടങ്ങി. അങ്ങനെ കേട്ട് അവരുടെ ശബ്ദം കേട്ട് നഴ്സുമാരൊക്കെ ഓടി വന്നു. ഒരു മുസ്ലിം സ്ത്രീയും വന്നു. അപ്പൊ അമ്മയുടെ ബന്ധു പറഞ്ഞു, അങ്ങനെ പറയല്ലേ, രാമരാമ എന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോ അമ്മ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ മുസ്ലിം സ്ത്രീ പറഞ്ഞു, അവരങ്ങനെ പറഞ്ഞോട്ടെ, ഞങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു മരിക്കാനാണ് ആഗ്രഹിക്കുന്നത്, അവരങ്ങനെ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചു എന്ന് മകൻ സാക്ഷ്യപ്പെടുത്തി. മാത്രമല്ല, ആ മകൻ പറയുന്നത് അമ്മയ്ക്കൊരു പ്രത്യേക സ്വഭാവം ഉണ്ടായിരുന്നു. അമ്മ ബാങ്ക് കൊടുക്കുന്നത് കേട്ടുകഴിഞ്ഞാൽ, പള്ളിയിൽ നിന്നും ബാങ്ക് കേട്ടാൽ അമ്മ നിശബ്ദമാകുമായിരുന്നു. അമ്മ എന്ത് സംസാരം ഉണ്ടെങ്കിലും ആ സംസാരമൊക്കെ ഒഴിവാക്കി അമ്മ ബാങ്ക് ഇങ്ങനെ കേൾക്കുമായിരുന്നു. അത് കേൾക്കുമ്പോൾ അമ്മയുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകും. മാത്രമല്ല, മുസ്ലിം സ്ത്രീകളൊക്കെ ചെയ്യുന്നത് പോലെ ബാങ്കിന്റെ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ തുണി കൊണ്ട് തലമറയ്ക്കും, അല്ലെങ്കിൽ ഉടുത്ത തുണിയുടെ കോന്തല കൊണ്ട് തലമറയ്ക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓലയെങ്കിലും എടുത്തിട്ട് തലമറയ്ക്കാറുണ്ടായിരുന്നു. അത്രത്തോളം ആ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തിയിരുന്നു എന്ന് മകൻ സാക്ഷ്യപ്പെടുത്തിയതായി കേൾക്കാൻ കഴിഞ്ഞു. നമുക്ക് ഇതിൽ വലിയൊരു പാഠമുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ആ സ്ത്രീക്ക് കലിമത്ത് തൗഹീദ് ചൊല്ലി മരിക്കാൻ കഴിഞ്ഞത് ആ ബാങ്കിനെ ആദരിച്ചതുകൊണ്ടാകാം. ബാങ്കിനെ ആദരിച്ചതുകൊണ്ട് ഇത്തരത്തിൽ മറ്റൊരു സംഭവം കൂടി എന്റെ ഒരു സുഹൃത്ത്, വേറൊരു സുഹൃത്ത്, ഒരു കാസർഗോഡുകാരൻ സുഹൃത്ത് പറയുകയുണ്ടായി. അപ്പോ നമുക്കിത് വലിയൊരു പാഠമാണ്. നമ്മളൊക്കെ വളരെ നിസ്സാരമായി കരുതുന്ന ഒന്നാണ് ബാങ്ക്. ബാങ്ക് കേൾക്കുമ്പോൾ സംസാരം ഉപേക്ഷിക്കാനോ അല്ലെങ്കിൽ TV ഒന്ന് ശബ്ദം കുറയ്ക്കാൻ പോലും നമ്മൾ ആരും തയ്യാറാവാറില്ല. നമ്മൾ ബാങ്കിനെ നിസ്സാരപ്പെടുത്താനാണ് പതിവ്. അത് മാറ്റേണ്ടതാണ്. തീർച്ചയായും നമ്മുടെ ആഖിറം നന്നാകാൻ, ആഖിബത്ത് നന്നാകാൻ ബാങ്കിനെ നമ്മൾ ആദരിക്കണം. ബാങ്കിന്റെ സമയത്ത് സംസാരിച്ചാൽ യുഖ്ഷാ അലൈഹി സൂഉൽ ഖാത്തിമ, അവന്റെ മേൽ ദുർമരണം ഉണ്ടാകണമെന്ന് ഭയപ്പെടേണ്ടതുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതിന്റെയൊക്കെ ഒരു നേർക്കാഴ്ചയാണ് നമുക്കിപ്പോ ഈ കാണാൻ കഴിയുന്നത്. ബാങ്കിനെ ആദരിച്ചപ്പോൾ അവർക്ക് കലിമത്ത് തൗഹീദ് ചൊല്ലാൻ കഴിഞ്ഞെങ്കിൽ, ബാങ്കിനെ, ഈ കലിമത്ത് തൗഹീദിന്റെ വിലയറിയുന്ന നമ്മളൊക്കെ ബാങ്കിനെ നിസ്സാരപ്പെടുത്തിയാൽ, ആ സമയത്ത് സംസാരിച്ചാൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അത് വളരെ ശ്രദ്ധിക്കണം. അതേപ്രകാരം തന്നെ നമ്മുടെ സ്ത്രീകളോട്, സഹോദരിമാരോടും ഉമ്മമാരോടൊക്കെ ഈ വിഷയം പറയണം. അവരോടൊക്കെ ഈ ബാങ്കിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം. ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കരുത്, TV ഓഫ് ചെയ്യണം. ഇത്തരത്തിലുള്ള ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് ആ ബാങ്കിനെ ആദരിക്കാനും ആ ബാങ്കിന് ഉത്തരം കൊടുത്തുകൊണ്ട് അതിനുശേഷമുള്ള ദുആ, അത് വളരെ പ്രധാനപ്പെട്ട ദുആയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് കിട്ടാൻ, ശഫാഅത്ത് ലഭിക്കും, ശഫാഅത്ത് നൽകുമെന്ന് മുത്തനബി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ ദുആയും ഒഴിവാക്കാതെ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. അല്ലാഹു തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.